ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ സന്ദർശിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുടുംബത്തിനൊപ്പം സർക്കാർ ഉണ്ടാകുമെന്നും ധനസഹായ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പ്രതിഷേധം ഭയന്ന അതിരാവിലെയായിരുന്നു മന്ത്രിയുടെ സന്ദർശനം. മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നത് വ്യാഴാഴ്ച. 3 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ആരോഗ്യമന്ത്രി കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ വീട്ടിലെത്തി. പ്രതിഷേധങ്ങളെ ഭയന്ന് അതിരാവിലെയായിരുന്നു വീണയുടെ സന്ദർശനം. അപകടം ദൗർഭാഗ്യകരമായ സംഭവമെന്ന് മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. സർക്കാർ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നും സഹായ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അത്യന്തം ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ്. വളരെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു സംഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തിന്റെ ദുഃഖം എൻ്റെ ദുഃഖമാണ്. ഞാൻ പ്രിയപ്പെട്ട ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ ചേട്ടനെ കണ്ടു, അമ്മയെ കണ്ടു, മക്കളെ കണ്ടു, ബന്ധുക്കളെ കണ്ടു. അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. സർക്കാർ അവർക്ക് ഒപ്പം പൂർണ്ണമായിട്ടും ഉണ്ടാകും. മകന് സ്ഥിരം ജോലി വേണമെന്ന് കുടുംബം ആവർത്തിച്ചു. മകളുടെ ചികിത്സയും പഠനവും പൂർത്തിയാക്കണം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ലഭിക്കുന്ന പിന്തുണയ്ക്ക് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ നന്ദി പറഞ്ഞു. നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാവണമെന്നും മന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഒരു സ്ഥിര ജോലി അവൻ പഠിച്ച ജോലിയാകുമ്പം ചെയ്യാനെടുക്കും. അതേ ഞാൻ പറഞ്ഞോളൂ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് എന്താണെന്നൊക്കെ ചെയ്തു. അതിനകത്ത് ഞങ്ങൾ തൃപ്തരാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എൻ്റെ കുടുംബത്തോടും ഈ സഹകരിച്ച നിങ്ങളുടെ ഉൾപ്പെടെ ഈ മീഡിയക്കാർ ഉൾപ്പെടെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്ന ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ എപ്പോഴും അത് തന്നെ. അപകടത്തിലും രക്ഷാപ്രവർത്തനം വൈകിയതിലും കടുത്ത വിമർശനമാണ് സർക്കാരിനെതിരെ ഉയർന്നത്. വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരവെയാണ് മന്ത്രിയുടെ സന്ദർശനം. ജനം, കോട്ടയം.